ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ് കേട്ടോ. അതായത് പുരുഷന്റെയും സ്ത്രീയുടെയും സൈക്കോളജി. ഞാനിത് പറയുന്നത് ഒരിക്കലും ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ടല്ല കേട്ടോ. ജസ്റ്റ് ഒരു ട്രൂത്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സൈക്കോളജി ബേസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു അത്രേ ഉള്ളൂ. സോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഒരേ സിറ്റുവേഷൻ തന്നെ സ്ത്രീകളും പുരുഷന്മാരും ഹാൻഡിൽ ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. സെയിം സിറ്റുവേഷൻ തന്നെ ആയിരിക്കും, പക്ഷെ രണ്ടുപേരും രണ്ട് രീതിയിലായിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത്. അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില പുരുഷന്മാർ കുറച്ച് സൈലന്റ് ആയിരിക്കും അല്ലെ, സ്ത്രീകൾ കുറച്ച് ടോക്കറ്റീവ് ആയിരിക്കും. സോ ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആം, കുറച്ച് കൺഫ്യൂസിങ് ആവും അല്ലെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പുരുഷന്റെ സൈക്കോളജി, സ്ത്രീയുടെ സൈക്കോളജി, ഇതിനെ കുറിച്ച് ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരിക്കലും ഒരു കോമ്പറ്റീഷൻ അല്ല. ഇത് കുറച്ച് ട്രൂത്ത്, കുറച്ച് സത്യങ്ങൾ, സൈക്കോളജി ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നു അത്രേ ഉള്ളൂ. ആഹ് ഒരു പുരുഷന്റെയും ഒരു സ്ത്രീയുടെയും ബ്രെയിൻ സ്ട്രക്ചർ ഒക്കെ സെയിം ആണ് കേട്ടോ. പക്ഷേ അവരുടെ ആ ഒരു ബ്രെയിൻ്റെ വർക്കിംഗ് സ്റ്റൈൽ ഉണ്ടല്ലോ, അത് ഡിഫറെന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു പ്രോബ്ലം വരുമ്പോൾ പുരുഷൻ അതെങ്ങനെ ഫിക്സ് ചെയ്യാം അല്ലെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നായിരിക്കും ചിന്തിക്കുന്നത്. കാരണം പുരുഷൻ എപ്പോഴും ഒരു സിംഗിൾ ടാസ്ക് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു രീതിയാണ്. പക്ഷെ സ്ത്രീകളുടെ കാര്യം പറയുവാണെങ്കിൽ മൾട്ടി ടാസ്കിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോബ്ലം, ഇമോഷൻ, ഇമ്പാക്ട് ഇതെല്ലാം ഒരുമിച്ച് അങ്ങ് പ്രോസസ് ചെയ്യുന്നുണ്ട് കേട്ടോ അവരുടെ ബ്രെയിൻ. അപ്പോൾ ഇതിൽ ആരാണ് ശരി ആരാണ് തെറ്റെന്ന് ചോദിച്ചാൽ രണ്ടും പറയാൻ പറ്റില്ല. അതായത് ഒരാളാണ് ശരി ഒരാളാണ് തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടുപേരും ഡിഫറെന്റ് ആണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. നമ്മുടെ നാട്ടിലൊക്കെ പരക്കെ ഒരു ഒരു സംസാരം ഉണ്ടല്ലേ, പുരുഷന്മാർക്ക് അങ്ങനെ ഇമോഷൻസ് ഇല്ല, അവർക്ക് ഇമോഷൻസ് വളരെ കുറവാണ് എന്ന് പറയാറുണ്ടല്ലേ. സ്ത്രീകൾ എപ്പോഴും ഇമോഷണൽ ആണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. പുരുഷന്മാർ വളരെ ഡീപ്പായിട്ട് ഇമോഷൻസ് ഫീൽ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അത് നമ്മൾക്ക് മനസ്സിലാകില്ല എന്നുള്ളതേ ഉള്ളൂ. കാരണം അവരത് ആരോടും ഷെയർ ചെയ്യാറില്ല. സ്ട്രെസ് കൂടുന്ന അവസരങ്ങളിൽ പുരുഷന്മാർ പലരും സൈലന്റ് ആകാറാണ് പതിവ്. സൈലന്റ് ആകുന്നതിനോടൊപ്പം തന്നെ ഒറ്റയ്ക്കിരിക്കാനാണ് അവർക്ക് കൂടുതലും ആ സമയത്ത് ഇഷ്ടം തോന്നുന്നത്. അപ്പോൾ കാരണം വേറൊന്നും കൊണ്ടല്ല, അവർ ചെറുപ്പം മുതലേ പഠിച്ചത് അങ്ങനെയാണ്. ഓ, നീ പുരുഷനാണ്, അല്ലെങ്കിൽ നീ കരയാൻ പാടില്ല, മറ്റുള്ളവരുടെ മുന്നിൽ കരഞ്ഞു കഴിഞ്ഞാൽ ഈ ആൺകുട്ടിയല്ലേ ഇങ്ങനെ കരയോ എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കേട്ടിട്ടാണല്ലേ അവർ വളർന്നു വന്നത്. അപ്പൊ ചെറുപ്പം മുതൽ ഇതൊക്കെ കേട്ട് ശീലിച്ച ഒരാളായതുകൊണ്ട് തന്നെ ആൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് വരില്ല. അവര് പലപ്പോഴും സൈലന്റ് ആയിട്ട് ഒരു ഒരു ഭാഗത്ത് ആരുടെയും ശല്യം ഇല്ലാതെ പോയിരിക്കാനാണ് അവർ ആഗ്രഹിക്കാറുള്ളത്. ഇനി സ്ത്രീകളുടെ കാര്യം വരുവാണെങ്കിൽ, സ്ത്രീകൾ ഇമോഷണൽ ആകുന്ന സമയത്ത് അവർ ഭയങ്കര ടോക്റ്റീവ് ആയിരിക്കും. അവർ ഒത്തിരി സംസാരിക്കും. അവർക്ക് സ്ട്രെസ് വരുന്ന സമയത്ത് അവർ ഉറപ്പായിട്ടും അത് ആരുടെത്തെങ്കിലും ഒന്ന് പറയും. അതായത് മെജോറിറ്റി ഓഫ് സ്ത്രീകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അവർ ആരുടെത്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യും. അതിങ്ങനെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് അതിങ്ങനെ കരഞ്ഞ് അവർ അത് എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ഇമോഷൻസിനെ അവർ എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പോൾ എന്ന് വെച്ചിട്ട് ഈ കരയുന്നത് വീക്ക്നെസ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അത് അവരുടെ ആ ഒരു ഇമോഷൻസിനെ അവർ എന്താണ് റിലീസ് ചെയ്യുന്ന, ഒരു ഇമോഷനെ റിലീസ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണത്. ഒരിക്കലും കരച്ചിൽ വീക്ക്നെസ് അല്ല. ഇനി ഓവർ തിങ്കിങ്ങിന്റെ കാര്യം പറയുവാണെങ്കിൽ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഓവർ തിങ്കിങ് ഉണ്ട്. പക്ഷെ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ, ആൺകുട്ടികൾ തിങ്ക് ചെയ്യുന്ന കാര്യങ്ങൾ വേറെ, പെൺകുട്ടികൾ ഓവർ തിങ്ക് ചെയ്യുന്ന കാര്യങ്ങൾ, ടോപ്പിക്സ് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ രണ്ടുപേർക്കും ഓവർ തിങ്കിങ് ഉണ്ട് കേട്ടോ. ആൺകുട്ടികൾ പലപ്പോഴും അവരുടെ കരിയർ, അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, എങ്ങനെ കാശുണ്ടാക്കാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും അവരിങ്ങനെ ഓവറായിട്ട് തിങ്ക് ചെയ്ത് ആലോചിച്ച് കൂട്ടുന്നത്. പക്ഷെ സ്ത്രീകളുടെ കാര്യം എടുത്തു നോക്കും, പെൺകുട്ടികളുടെ കാര്യം എടുത്തു നോക്കുമ്പോൾ അവരെപ്പോഴും ഓവർ തിങ്ക് ചെയ്യുന്നത് എന്താണ് റിലേഷൻഷിപ്സ്, അവരുടെ റിലേഷൻഷിപ്സിനെ കുറിച്ചും, അല്ലെങ്കിൽ എന്താണ് ഞാൻ അയാളോട് അങ്ങനെ പറഞ്ഞത് വളരെ മോശമായി പോയി, അതായത് കമ്മ്യൂണിക്കേഷൻ, ആരോടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ശരിയായിട്ടില്ല, ഞാൻ ആ സിറ്റുവേഷനിൽ ഞാൻ ഇങ്ങനെ അവരോട് പറഞ്ഞു, അതിനി അവർക്കിനി വേറെ എന്തെങ്കിലും രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ടാവോ, ഇതൊക്കെ ആയിരിക്കും ഇവരിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതായത് എപ്പോഴും പെൺകുട്ടികൾ ഫ്യൂച്ചർ, അല്ലെങ്കിൽ സെക്യൂരിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ തന്നെ ഫ്യൂച്ചറിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ഇതൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് അതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും ഓവർ തിങ്ക് ചെയ്യുന്നത്. പക്ഷെ ആൺകുട്ടികളുടെ സൈഡ് എടുത്ത് നോക്കുമ്പോൾ അവരെപ്പോഴും എന്താണ് എങ്ങനെ പൈസ ഉണ്ടാക്കാം, ഇത് എന്തായാലും എനിക്ക് ചെയ്തേ പറ്റൂ, ഈ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം എനിക്കിത് ഫിക്സ് ചെയ്തേ പറ്റൂ എന്നൊക്കെ ഉള്ള തോട്ട്സ് ഉണ്ടല്ലോ. ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ അവരങ്ങ് തോളിൽ അവരുടെ ഷോൾഡറിലോട്ട് അവരെടുത്ത് വെക്കുവാണല്ലേ. അപ്പോൾ അത് അവരുടെ തന്നെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇതെങ്ങനെ ശരിയാക്കാം എന്നൊക്കെ ഉള്ള ഓവർ തിങ്കിങ് ആയിരിക്കും അവർക്ക് കൂടുതൽ. അപ്പോൾ ടോപ്പിക്സ് തമ്മിൽ ഡിഫറെന്റ് ആണെന്നേ ഉള്ളൂ, അല്ലാതെ രണ്ടുപേർക്കും ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ഇനി മറ്റൊരു കാര്യം പറയാൻ, പുരുഷന്മാർ പെട്ടെന്നൊന്നും ആരോടും അങ്ങനെ ഒരുപാട് ഡീപ്പായിട്ടുള്ള ബോണ്ടിങ് ഒന്നും അങ്ങനെ പെട്ടെന്ന് വെക്കാറില്ല. അതായത് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് വരുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ആദ്യം തന്നെ തുടക്കം തന്നെ അങ്ങ് സിൻസിയർ ആയിട്ടായിരിക്കില്ല ആ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊരു റിലേഷൻഷിപ്പിലും തുടക്കത്തിൽ അങ്ങനെ വലിയൊരു ബോണ്ടിങ് ഒന്നും പുരുഷന്മാർക്ക് അങ്ങനെ തോന്നാറില്ല. പക്ഷേ പോകെ പോകെ
അവരത് ആ ഒരു ബോണ്ടിങ് അവർക്ക് ഉണ്ടാവുന്നു. ആ ഉണ്ടായി കഴിഞ്ഞാൽ, ആ ഒരു ബോണ്ടിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ എന്ത് വേണമെങ്കിലും ചെയ്യും. അതായത് അവർ ഭയങ്കര ലോയൽ ആയിരിക്കും. ആ റിലേഷൻഷിപ്പിൽ അവര് ഭയങ്കര സത്യസന്ധരായിരിക്കും. പക്ഷെ പതുക്കെ ആയിരിക്കും കേട്ടോ ആ ഒരു ബോണ്ടിങ് ഡെവലപ്പ് ആവുന്നത്. പക്ഷെ സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ബോണ്ടിങ് ഉണ്ടാകുന്നു. എന്താണ് ഒരു ആൺകുട്ടിയുമായിട്ട് റിലേഷൻഷിപ്പ് വയ്ക്കുന്നു. ആ ഒരു ആൺകുട്ടിയോട് പെട്ടെന്ന് ബോണ്ടിങ് ഒക്കെ പെട്ടെന്ന് സെറ്റ് ആവുന്നു. പിന്നെ ഇങ്ങനെ ഫ്യൂച്ചറിലെ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു, പ്ലാൻ ചെയ്യുന്നു, കെയർ ചെയ്യുന്നു, ഓവറായിട്ട് കെയർ ചെയ്യുന്നു. അയ്യോ എന്താ വിളിക്കാത്തെ, എവിടാണ്, എങ്ങനെയാണ്, കഴിച്ചോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുടക്കം മുതലേ അവർ ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും പോകുന്നത്. അപ്പോൾ ഈ ബ്രേക്കപ്പ് ആകുമ്പോൾ അതുകൊണ്ട് തന്നെ ആണുങ്ങൾക്ക് പെട്ടെന്നൊന്നും അതിന്ന് കേറി വരാൻ പറ്റില്ല. പക്ഷെ പലരും പറയാറുണ്ട്, ആണുങ്ങളൊക്കെ പെട്ടെന്നത് അവർക്കതൊന്നും ഒരു പ്രശ്നമല്ല എന്നൊക്കെ പറയാറുണ്ടെങ്കിലും അവർക്ക് ഡീപ്പായിട്ടുള്ള ആ ഒരു ഫീൽ എന്ന് പറയുന്നത് ഡീപ്പായിട്ടായിരിക്കും അവർക്ക് ആ ബ്രേക്കപ്പിന്റെ ആ ഒരു വിഷമം അവരുടെ ഉള്ളിൽ വരുന്നത്. അപ്പൊ അതിൽ നിന്ന് അവർക്ക് പുറത്ത് വരാനായിട്ട് കുറേ സമയമെടുക്കും. ലോങ് ടൈമാണ് അവർക്ക് ആ ഒരു ബ്രേക്കപ്പിൽ നിന്നൊക്കെ പുറത്തു വരാൻ. അതായത് സത്യസന്ധമായിട്ട് ആ ഒരു ബോണ്ടിങ് ഡെവലപ്പായി ആ രീതിയിലൊരു റിലേഷൻഷിപ്പ് അവർ കൊണ്ടുപോകുമ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് വന്നു കഴിഞ്ഞാൽ സ്ത്രീകളെക്കാളും എനിക്ക് തോന്നുന്നു പുരുഷന്മാരാണ് ആ ഒരു വിഷമത്തിൽ നിന്ന് കരകയറാനായിട്ട് കുറേ ടൈം എടുക്കുന്നത്. സ്ത്രീകള് എല്ലാവരും അത് പോയി പറയുവാണ്. അതായത് അത് എല്ലാവരോടും ഷെയർ ചെയ്യുവാണ്. അത് ശരിക്കും അത് മോശമെന്നല്ല പറയുന്നത്. അവരത് എക്സ്പ്രസ് ചെയ്യണം. അവരുടെ ആ ഒരു വിഷമത്തെ അവർ എക്സ്പ്രസ് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. അപ്പൊ കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി അവർ കുറച്ചുകൂടെ ഒന്ന് പെട്ടെന്ന് ഓക്കെ ആകാറുണ്ട്. പുരുഷന്മാരെക്കാളും പെട്ടെന്ന് ഓക്കെ ആകാറുണ്ട് എന്നാണ് തോന്നുന്നത്. പലപ്പോഴും സ്ത്രീകള് ഒരു പ്രശ്നവുമായിട്ട് പുരുഷന്റെ അടുത്ത് ചെല്ലുമ്പോൾ പുരുഷന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ പറയുവാണല്ലേ. അപ്പോ പുരുഷൻ എപ്പോഴും എന്താണ് ചെയ്യുന്നത്? അതിനൊരു സൊല്യൂഷൻ പറയും. അല്ലെങ്കിൽ നീ എന്താ അങ്ങനെ ചെയ്യാത്തത്? നീ ഇത് ഇങ്ങനെ കാണിച്ച മണ്ടത്തരം നീ ആ രീതിയിലൊന്നും ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ നിനക്കത് ശരിയായിട്ട് വന്നേനെ. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ സ്ത്രീകൾക്കങ്ങ് ഫീൽ ആവും. അതായത് എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇപ്പൊ ആൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടില്ല. ആൾ എന്നെ കുറ്റപ്പെടുത്തുവാണ് എന്നുള്ളൊരു തോട്ട് അപ്പൊ വരും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ പുരുഷന്മാരുടെ ഞാൻ പറഞ്ഞല്ലോ അവരുടെ ബ്രെയിനിന്റെ ആ ഒരു വർക്കിംഗ് സ്റ്റൈൽ അങ്ങനെയാണ്. അവർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ ഫിക്സ് ചെയ്യാം. അതിനൊരു സൊല്യൂഷൻ എങ്ങനെ കണ്ടെത്താം എന്നാണ് അവർ ആദ്യം ചിന്തിക്കുന്നത്. പക്ഷെ സ്ത്രീകൾക്ക് പൊതുവെ അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഒരു സ്ത്രീ അവരുടെ വിഷമം പറയുമ്പോൾ ആണോ അങ്ങനെയാണോ, നിനക്ക് അത്രയും വിഷമം ഉണ്ടോ എന്നുള്ള രീതിയിലാണ് അവൾ ആഗ്രഹിക്കുന്നത്. അവിടെ അഡ്വൈസ് അവർക്ക് ഇഷ്ടമല്ല. ലിസണിങ്, അതായത് നല്ലൊരു ഗുഡ് ലിസണർ ആകുക, പാർട്ണർ നല്ല ഗുഡ് ലിസണർ ആകുക എന്നുള്ളതായിരിക്കും ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ആ ഒരു സമയത്ത് അഡ്വൈസ് ഒന്നും താല്പര്യം കാണില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പല പുരുഷന്മാരും വിചാരിക്കും, ഞാൻ അതിന് ഒരു തെറ്റും പറഞ്ഞില്ലല്ലോ, ഞാൻ നല്ലൊരു സൊല്യൂഷൻ അല്ലേ പറഞ്ഞു കൊടുത്തത്, എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ ചിലപ്പോൾ തോന്നുമല്ലേ. ശരിക്കും സ്ത്രീക്ക് അതല്ല വേണ്ടത്. അഡ്വൈസിനുള്ള ടൈം വേറെ, ഈ ലിസണിങ് എന്ന് പറയുന്ന ആ ഒരു ടൈം വേറെയാണ്. അവളെ കേൾക്കുക എന്നുള്ളത് അതിന് പ്രത്യേകം ടൈം തന്നെ കൊടുക്കണം എന്നുള്ളതുണ്ട്. അപ്പൊ റിലേഷൻഷിപ്സിലൊക്കെ കോൺഫ്ലിക്ട്സ് കുറഞ്ഞിരിക്കാനായിട്ട് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതായത് നിങ്ങൾ ഇത് അറിഞ്ഞു വെക്കുക. ഒരു സ്ത്രീ എന്തെങ്കിലും ഒരു പ്രോബ്ലം പറയുമ്പോൾ അവളെ അണ്ടർസ്റ്റാൻഡ് ചെയ്തു എന്നുള്ളതാണ് അവർക്ക് ആദ്യം കിട്ടേണ്ടത്. അല്ലാതെ അഡ്വൈസോ അല്ലെങ്കിൽ അതിനെ ഫിക്സ് ചെയ്യുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അവൾക്ക് ആവശ്യമില്ല. അതെല്ലാം പിന്നെയാണ്, അതൊക്കെ സെക്കൻഡറി ആണ്. അവർക്ക് ആദ്യം അവളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. അവൾ ഈ ഒരു പ്രശ്നത്തിൽ കൂടി പോവുകയാണ് എന്ന് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തു എന്നാണ് ആ സ്ത്രീക്ക് മനസ്സിലാകേണ്ടത്. അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഒരു സ്ത്രീ ആണെങ്കിലും തിരിച്ചാണെങ്കിലും നമുക്ക് പറയാം അല്ലെ, പുരുഷന്മാർ എപ്പോഴും അവരുടെ ബ്രെയിനിന്റെ വർക്കിംഗ് സ്റ്റൈൽ അങ്ങനെയാണ്, അതുകൊണ്ടാണ് അവർ ആ സൊല്യൂഷൻ നമുക്ക് പറഞ്ഞു തന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. പലപ്പോഴും സ്ട്രെസ് വരുമ്പോൾ പുരുഷന്മാർ പൊതുവെ സൈലന്റ് ആയിട്ടിരിക്കും. അവര് അങ്ങനെ ഒരുപാട് അങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തെ കുറിച്ച് സ്ത്രീകൾ സംസാരിക്കുമ്പോൾ അവർക്കത് ഭയങ്കര വിഷമവും ടെൻഷനും ഉണ്ടെങ്കിൽ പോലും അവരതിനെക്കുറിച്ച് കൂടുതലായിട്ട് അങ്ങനെ സംസാരിക്കാൻ നിൽക്കാറില്ല. വെറുതെ ഇരിക്കും, അത് കേട്ടിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പലപ്പോഴും അതൊരു എന്താണ് മിസ്അണ്ടർസ്റ്റാൻഡിലേക്ക് പോകും. അതായത് പുരുഷന്മാർ കെയർലെസ് ആണ്, ഒന്നും ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ ജീവിതത്തിന്റെ എന്താണ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയുമല്ലോ, പറഞ്ഞ് കേൾക്കാറുണ്ടല്ലോ. അവന് എന്താണ് ജീവിതത്തെ വെറും സില്ലി ആയിട്ടാണ് കാണുന്നത്, സീരിയസ് ആയിട്ടൊന്നും അല്ല കാണുന്നത്, അങ്ങനെയൊക്കെ പലരെയും പറയാറുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ കെയർലെസ് ആയതുകൊണ്ടല്ല, ആ ഒരു പുരുഷന്റെ ഒരു രീതി അങ്ങനെയാണ്. അവർക്ക് സ്ട്രെസ് വരുമ്പോൾ അവർ പൊതുവെ സൈലന്റ് ആകാറാണ് പതിവ്. അവരത് ആ ഒരു കാര്യം കേൾക്കാത്തത് കൊണ്ടല്ല. സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ടോക്കറ്റീവ് ആവും. എത്രത്തോളം അത് പറഞ്ഞാലും അങ്ങോട്ട് എന്താണ് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലിലോട്ട് എത്തുന്നത് വരെ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും, അതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവൾക്ക് വേണ്ടത് അവളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ആ സ്ട്രെസ് കുറയുക എന്നുള്ളൊരു സംഭവമാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചിട്ട് അത് ഓവർ ആക്ടിങ്ങും അല്ല. ചിലർ പറയുമല്ലേ ഓവർ ആക്ടിങ് ആണ്, എന്താണ് സ്ത്രീകളെയും അങ്ങനെ പറയാറുണ്ട് പലരും, ഓവർ ആക്ട് ചെയ്യുന്നു എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല, അത് അവരുടെ ആ ഒരു ബ്രെയിൻ വർക്കിംഗ് സ്റ്റൈൽ അങ്ങനെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഓവറായിട്ട് സംസാരിക്കുന്നത്.
എന്നാൽ മാത്രമേ ആ സ്ട്രെസ് അവർക്ക് കുറഞ്ഞു കിട്ടൂ. അപ്പോൾ അങ്ങനെ ഓവറായിട്ട് അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ പുരുഷന്മാർ പലപ്പോഴും സൈലന്റ് ആയിട്ട് ഇരിക്കാറേ ഉള്ളൂ. സോ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഒരു കോമ്പറ്റീഷൻ അല്ല കേട്ടോ. ഇത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടിരിക്കുമ്പോൾ, ഇത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ റിലേഷൻഷിപ്സിലുള്ള കോൺഫ്ലിക്ട്സ് ഒന്ന് കുറഞ്ഞു കിട്ടുമല്ലോ. കാരണം പുരുഷൻ ഇങ്ങനെയാണ്, സ്ത്രീ ഇങ്ങനെയാണ് എന്നുള്ളൊരു ധാരണ നമുക്ക് കിട്ടുമല്ലോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ എത്രത്തോളം ശരിയാണ്, എത്രത്തോളം സത്യമാണ് എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ പിന്നെ പറയുന്നു, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ബൈ.